ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മഫിൻസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബനാന മഫിൻസാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മഫിൻസാണിത്. അപ്പോൾ ഈ ഒരു മഫിൻസിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ മഫിൻസും കപ്പ് കേക്ക്സും തമ്മിലുള്ള ഡിഫറൻസും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പം എന്ത് ഫ്ലോറൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു മഫിൻസിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ചെറിയ പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. രസകദളി എന്നും പറയും. ഇതിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ പഴവും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറിയ പഴമായിട്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റോബസ്റ്റയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 എണ്ണം മതിയാകും. അപ്പം 4 പഴവും ഞാൻ ഇത് തോലൊക്കെ പൊളിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം പഴുത്ത പഴം നോക്കി എടുക്കുന്നതാണ് കുറച്ച് നല്ലത്. നമുക്കത് ഉടച്ചെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മഫിൻസിന് ടേസ്റ്റ് കൂടുതൽ ഒന്ന് നന്നായിട്ട് പഴുത്ത പഴമായിരിക്കും കുറച്ച് ടേസ്റ്റ് കൂടുതൽ. ഇനി ആ ഒരു പഴം നല്ലതുപോലെ തന്നെ ഒരു ഫോർക്ക് വെച്ച് ഞാൻ നല്ലതുപോലെ ഉടച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാഷ് ചെയ്തെടുത്താലും മതിയാവും. ഇപ്പം ഞാൻ നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് ക്ലീൻ ആയിട്ടുള്ള. അതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും. വിസ്കോ സ്പൂണോ അല്ലെങ്കിൽ തടിത്തവയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഉരുക്കിയ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താലും മതിയാവും. 1/4 കപ്പ് സെയിം മെഷർമെൻറ്റ് എടുത്താൽ മതി. ഇനി അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ആദ്യമേ ഉടച്ചു വെച്ചിട്ടുള്ള ആ ഒരു പഴമില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് ഈ മിക്സ് ഇവിടെ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അവർ കഴിക്കുകയും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ഇതിലേക്ക് നട്ട്സോ അതുപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടത്തോടെ കഴിക്കും. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മഫിൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആ ഒരു ബാച്ചും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും എല്ലാം. ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. സൈഡിലൊക്കെ ഉള്ളതൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 പിഞ്ച് പട്ട പൊടിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പട്ട പൊടിച്ചു വെച്ച ആ ഒരു പൊടിയാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ 2 പിഞ്ച് പട്ട പൊടിച്ചതും ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഞാനിത് ഇതുപോലുള്ള ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഫിൻസ് ചെയ്യാനുള്ള കപ്സും എടുത്തിട്ടുണ്ട്. അത് ഓരോ കപ്പ് നമുക്ക് ഈ ഒരു കപ്പ് കേക്ക് മോൾഡിലോട്ട് മാറ്റാം. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വലിപ്പമുള്ള കപ്പാണ്. നിങ്ങൾക്ക് ചെറിയ കപ്പും എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വലിയ കപ്പിന് ഒരു 8 മഫിൻസാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ചെറിയ കപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു 10 മുതൽ 15 മഫിൻസ് വരെ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് കിട്ടും. ഇനി എല്ലാത്തിലേക്കും ഒരു 2.5 ടീസ്പൂൺ വെച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്റർ. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട കാര്യമല്ല, ഇതിൻ്റെ ഹാഫ് പോർഷൻ വരെ ഒഴിച്ചാൽ മതി. ബേക്കായി വരുമ്പോൾ അത് ഫുള്ളായിക്കോളും.
അങ്ങനെ എല്ലാ കപ്സിലും ഞാൻ ബാറ്റർ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് പഴം ചെറുതായിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആവാനായിട്ടാണ് ഞാൻ ഇതുപോലെ പഴം കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നട്ട്സോ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ ഒന്ന് മേളിൽ ഗാർണിഷിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ബാക്കിയുള്ളത് കാരണം ഞാൻ ഓരോ പീസും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സമയം ഞാൻ എൻ്റെ ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 20 to 30 മിനിറ്റ്സ് വരെ വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം എൻ്റെ കപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഈ ഒരു മഫിൻസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ കപ്പായതുകൊണ്ടാണ് 30 മിനിറ്റ് എടുത്തിട്ടുള്ളത്. ചെറിയ കപ്പൊക്കെ ആണെങ്കിൽ ഒരു 20-25 മിനിറ്റൊക്കെ മതിയാവും. ഇപ്പം എന്തേ നല്ല ചൂടാണ്. ഞാനത് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഞാൻ തണുക്കാനായിട്ട് വെച്ചു കഴിഞ്ഞു. ഇനി ഞാനിതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് മഫിൻസിൻ്റെ ആ ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മേൽഭാഗമൊക്കെ ഒന്ന് വെടിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ശരിക്കും കപ്പ് കേക്ക് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ആ ഒരു സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കപ്പ് കേക്ക് വന്നിട്ട് നല്ല സ്പോഞ്ചി ടൈപ്പ് ആയിരിക്കും. മഫിൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേനും മേൽഭാഗം കുറച്ചൊന്ന് തിക്കായിരിക്കും, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് മേൽഭാഗം ഇങ്ങനെ പൊന്തി വന്നിട്ടൊന്ന് വെടിച്ച ആ ഒരു ടെക്സ്ചറിലായിരിക്കും മഫിൻസ് ഉണ്ടാവുന്നത്. മഫിൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രെഡിൻ്റെ മിനിയേച്ചർ വെർഷനാണ്. എന്നാൽ കപ്പ് കേക്ക് എന്ന് പറയുമ്പോഴത്തേന് കേക്കിൻ്റെ ഒരു മിനിയേച്ചർ വെർഷനാണ്. പിന്നെ അതുപോലെ നമ്മൾ കപ്പ് കേക്ക്സിന് ഫ്രോസ്റ്റിംഗ് കൊടുക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ മഫിൻസിന് ഫ്രോസ്റ്റിംഗ് ഇല്ലാതെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഞാനിതിനെ ഒന്ന് പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ മോൾഡൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക സൈഡിലൂടെ. കണ്ടോ, ഞാൻ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടുള്ളത് കാരണം സൂക്ഷിച്ചിളക്കുക, അതൊന്ന് വിട്ട് വരാനായിട്ട് പ്രശ്നമുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, പുറമേ നല്ല സോഫ്റ്റാണ്. കണ്ടോ, സ്പോഞ്ചി ടൈപ്പാണ്. മേളിൽ മാത്രം ഒരു ക്രസ്റ്റ്, ഇങ്ങനെ ഒരു തിൻ ക്രസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിൽ കണ്ടോ നല്ല ടെക്സ്ചറാണ്, നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നല്ല സ്പഞ്ചി ടൈപ്പാണ്. പഴമൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഓവറായിട്ട് മധുരവും ഉണ്ടാവില്ല. മഫിൻസ് എന്ന് പറയുമ്പോഴത്തേനും കുറച്ചുകൂടെ ഹെൽത്തിയറാണ്. കപ്പ് കേക്ക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും മഫിൻസ് കുറച്ചും കൂടെ ഹെൽത്തിയറാണ്. നമ്മൾ ഓവറായിട്ട് മധുരമൊന്നും ചേർക്കുന്നില്ല. എന്നാൽ കപ്പ് കേക്ക്സിനാകുമ്പോഴത്തേനും നമ്മൾ കുറച്ചും കൂടെ സ്വീറ്ററായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് സെർവ് ചെയ്യുന്നതിൽ ഒരു മെയിൻ ഡിഷ് എന്ന് പറയുന്നത് ഇതുപോലെ മഫിൻസാണ്. പലതരം മഫിൻസ് അവർ സെർവ് ചെയ്യാറുണ്ട്. അതിലൊരു ഐറ്റമാണ് ബനാന മഫിൻസ്. എന്നാൽ നമ്മൾ കപ്പ് കേക്ക്സ് വന്നിട്ട് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് ഐറ്റം ആയിട്ടായിരിക്കും നമ്മൾ കൂടുതലും സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കപ്പ് കേക്ക്സും മഫിൻസും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.